ഈ വരുന്ന 13-ാം തീയതി CPM-ന്റെ കരച്ചൽ നിർത്തും. കാരണം 13-ാം തീയതി വയനാട്ടിലെ ദുരിതബാധിതർക്ക് വീട് കെട്ടിക്കൊടുക്കുന്നതിനുള്ള സ്ഥലമെടുപ്പ് മുഴുവൻ പൂർത്തിയാവുകയാണ്. ആ ദിവസങ്ങളിൽ തന്നെ രജിസ്ട്രേഷനും നടക്കുമെന്നാണ് അറിയുന്നത്. ഒന്നാം ഘട്ടമായി 3.24 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുക്കുകയെന്നും രജിസ്ട്രേഷൻ്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയെന്നും വയനാട് DCC അധ്യക്ഷൻ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ഇതെല്ലാം രേഖകൾ കാണിച്ചുകൊണ്ടുള്ളതാണ്. അല്ലാതെ 750ഓളം കോടി രൂപ ദുരന്തബാധിതരുടെ പേരിൽ പിരിച്ച് കൈവശമുണ്ടെന്നും പറഞ്ഞ് 1.5 വർഷം പട്ടിണിക്കിട്ടതുപോലെ അല്ല ഈ കാര്യങ്ങളെന്ന് ബോധ്യമായിരിക്കുന്നു. ശബരിമലയിലെ സ്വർണം കട്ടത് മുതൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണം കട്ടതും മുഖ്യൻ്റെ മകൾ മാസപ്പടി വാങ്ങിയതും ലൈഫ് മിഷനിൽ മകന് ED നോട്ടീസ് വന്നതുമടക്കം ഒട്ടനവധി തട്ടിപ്പ് കഥകളുമായി പുറത്തിറങ്ങി ജനങ്ങളെ കാണാൻ പോലും കഴിയാത്ത CPM-ഉം സൈബർ സഖാക്കളും ഈ വയനാട്ടിലെ കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകളെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറേ മാസങ്ങളായി. കോൺഗ്രസ് അല്ല വയനാട്ടിൽ വീടുകളെല്ലാം തകർത്തത്. അത് പ്രകൃതി ദുരന്തം മൂലം സംഭവിച്ചതാണ്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. അവിടെയാണ് രാഹുൽ ഗാന്ധി MP എന്നുള്ള നിലയിൽ മുൻകൈയെടുത്ത് 100 വീടുകൾ നൽകാമെന്ന് പറഞ്ഞത്. അതുപോലെ രാഹുൽ ഗാന്ധിയുടെയും KC വേണുഗോപാലിൻ്റെയും ഒക്കെ ഇടപെടൽ കാരണമാണ് 100ഓളം വീടുകൾ നൽകാനായി കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ 20 കോടി രൂപ അന്ന് തന്നെ കേരളത്തിന് അനുവദിച്ച് നൽകിയത്. അതിനു പുറമെ അവശ്യ സാധനങ്ങൾ മുഴുവൻ നൽകിയത് കർണാടക എന്ന് തന്നെ പറയാം. എപ്പോഴും ഇവിടെയുണ്ട് എന്ന് പറയുന്ന പിണറായി വിജയൻ സർക്കാർ ചെയ്തത് ഇതിൻ്റെ പേരിൽ കൈനീട്ടി പണം പിരിച്ച് 700 കോടിയിലധികം രൂപ ഒരു വർഷത്തിലധികമായി കയ്യിൽ വച്ചു. അത് വകമാറ്റിക്കൊണ്ട് പിണറായി വിജയൻ ദൂർത്തടിക്കുമ്പോഴാണ് കുട്ടി സഖാക്കളെ ചാനൽ ചർച്ചയിലേക്ക് വിട്ട് കോൺഗ്രസ്സുകാരെ അവിടെ നിന്ന് അസഭ്യം പറയിക്കുന്ന ജോലിയെടുത്തത്. എത്ര ഗതികേടാണ് ഈ സർക്കാരിൻ്റെ കാര്യമെന്ന് ഓർക്കണം. അതിനാണ് മറ്റന്നാൾ 13-ാം തീയതി അന്ത്യം കുറിക്കുന്നത്. ഇതുവരെ ഈ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെതിരെ CPM ഉന്നയിച്ച ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണ് എന്നാണ് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. വീടുകൾ എല്ലാവരും നൽകി വരുന്നതേയുള്ളൂ. അതുപ്രകാരം ദുരന്തബാധിതർക്കായി കോൺഗ്രസ് പാർട്ടി പ്രഖ്യാപിച്ച 100 വീടും ഇതിനൊപ്പം നൽകുകയാണ്. കർണാടക സർക്കാർ 100 വീടുകൾക്കായി 200 കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. രാഹുൽ ഗാന്ധിയാണ് കർണാടക സർക്കാർ 100 വീടുകൾക്കുള്ള തുക നൽകുമെന്ന് ഒറ്റയ്ക്ക് പ്രഖ്യാപിച്ചത്. അങ്ങനെ കേരളത്തിനായി എല്ലാവരും തന്ന് സഹായിച്ചു. ആ ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലുള്ളത് കേരളത്തിലെ എന്നല്ല മൊത്തം ജനങ്ങളുടെ പണമാണ്. ആ പണമാണ് ഞങ്ങളുടേത് എന്ന്, അതിൽ കെട്ടുന്ന വീടുകൾ CPM പാർട്ടിയുടേത് എന്നും പറഞ്ഞ് അവർ നടക്കുന്നത്. നാണമില്ലാത്ത ഒരു വർഗമായതുകൊണ്ട് ഇതിലൊന്നും വലിയ അതിശയോക്തിയില്ല. ഏത് ദുരന്ത മേഖലയിലും മരണ വീട്ടിലും പോയി രാഷ്ട്രീയം കളിക്കുന്ന 100ാം കിട രാഷ്ട്രീയ പാർട്ടിയായി അങ്ങനെ അധപ്പതിക്കുകയാണവർ. വയനാട്ടിലും അത് തെളിയിച്ചു കഴിഞ്ഞു. കൊട്ടിഘോഷിക്കാതെ തന്നെ സിദ്ദിഖ് MLA ദുരന്തബാധിതരായ 136 കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് അവിടെ ഏറ്റെടുത്തിരിക്കുന്നത്. ഭവന പദ്ധതിക്കായി ഭൂമിയെല്ലാം ഇങ്ങനെ കോൺഗ്രസിന് ലഭ്യമാകുന്നതോടെ പദ്ധതി പൂർണ്ണമായി യാഥാർത്ഥ്യമാകുമെന്ന് രേഖകൾ സഹിതം കാട്ടിക്കൊടുത്തിരിക്കുന്നു. കോൺഗ്രസ് പാർട്ടി ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പദ്ധതിയെ ഇനി നോക്കി നിൽക്കാൻ മാത്രമേ CPM-ന് കഴിയുകയുള്ളൂ. ഭരണം മാറാൻ ഇനി 3 മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പണം, അതായത് ജനങ്ങളുടെ പണം എന്നിരിക്കെ CPM-ന് ഇവിടെ വേറെ റോള് ഒന്നും ഇല്ലാതെയാവുകയാണ്. അങ്ങനെ വയനാടും രക്ഷപ്പെടാൻ പോകുകയാണ്.